നടന്നുകൊണ്ടേയിരിക്കുന്നു. ശവം വെച്ചുള്ള കളി. തോൽക്കുന്നവൻ രാജ്യവും സമ്പത്തും സ്വന്തമായതെന്തും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കണ്ടില്ലേ, ദ്യൂതസഭയിൽ കൽത്തറയിൽ വിരിച്ച പട്ടുമെത്തയിൽ ചൂതുപലക വെച്ച് അതിനിരുവശവും ഇരിക്കുന്നവര് അമ്മാവൻ ശകുനിയും ഇന്ദ്രപ്രസ്ഥത്തിലെ യുവരാജാവ് യുധിഷ്ഠിരൻ. യുവരാജാവേ, കണ്ടില്ലേ കർണ, നാണം കെട്ട് തലതാക്കിയിരിക്കുന്ന ഭീമനെ, അർജുനനെ, നകുലനെ, സഹദേവനെ ധർമ്മപുത്രർ ചൂതിൽ തോറ്റു പണയപ്പെടുത്തിയ വെറും പണ്ടങ്ങളാണിവർ. വേണ്ട, എനിക്ക് കാണണ്ട. കാരണം അഭിമാനം നഷ്ടപ്പെട്ട ധർമ്മപുത്രന്റെ മരണതുല്യമായ ദുഃഖം. ഇത് ക്രൂരതയാണ്, കടുത്ത അനീതിയാണ്. ആണോ പാണ്ഡവ മാതാവായ കുന്തിദേവി? എങ്കിൽ പാണ്ഡവർക്ക് ക്ഷണം നിരസിച്ച് ചൂതിൽ പങ്കെടുക്കാതിരിക്കാമായിരുന്നല്ലോ. ഈ ജൂതസഭയിൽ കുലുക്കി എറിയപ്പെടുന്നത് ചതുരംഗ കരുക്കളല്ല, ചതിയുടെ കരുക്കൾ. ക്ഷത്രിയരെ യുദ്ധം പോലെ തന്നെ പ്രധാനപ്പെട്ട ചൂത് അർഹമായ അന്തസ്സോടെ കളിക്കുന്നു. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹനും ആചാര്യന്മാരും പൗരാവലിയും ശ്വാസം അടക്കി പിടിച്ചു നോക്കിയിരിക്കുന്നത്. സുഖാസക്തനും അലസനുമായ സ്വന്തം പുത്രൻ ധർമ്മപുത്രന്റെ കഴിവുകേടിന് മറ്റുള്ളവരെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? യുവരാജാവേ, രാജമാതാവിനോട് ഇത്രയും പരുഷമായ വാക്കുകൾ വേണ്ട. പരുഷമായ ചോദ്യങ്ങൾക്ക് മൃദുലമായ മറുപടി പറഞ്ഞ് ആരുടെയും പ്രീതി ദുര്യോധനന് ആവശ്യമില്ല. ഭീഷ്മനെ പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചു. നിങ്ങൾ രാജമാതാവ് കുന്തി ആര്യാവർത്തത്തെ 2 അർദ്ധരാജ്യങ്ങളാക്കാൻ. അങ്ങനെ നിങ്ങളുടെ മകൻ ധർമ്മപുത്രൻ ഒരു അർദ്ധരാജ്യത്തിന്റെ രാജാവായി ഇന്ദ്രപ്രസ്ഥം തലസ്ഥാനമാക്കി ഭരണം തുടങ്ങി. അതിനുള്ള പക തീർക്കുകയാണോ? അതെ, ഇന്ദ്രപ്രസ്ഥം ഉൾപ്പെടെ പാണ്ഡവരുടെ സകല സമ്പത്തും ഹസ്തിനാപുരിയിലെ ഭണ്ഡാരത്തിൽ നിന്ന് ചോർന്നതാണ്. ഇത് ചൂതല്ല, യജ്ഞം. പാണ്ഡവർ നിമിത്തം ആര്യാവർത്തത്തിനേറ്റ വിഭജനത്തിന്റെ മുറിപ്പാടുണക്കാനുള്ള യജ്ഞം. രാജമാതാവേ, വിധി നിർണായകമായ 7ാമത്തെ ചൂതിലുള്ള സമയമായി. ധർമ്മപുത്ര, അർദ്ധരാജ്യവും സമ്പത്തും സഹോദരന്മാരും ഉൾപ്പെടെ നീ പണയപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും നിനക്ക് എന്താണ് പണയം വയ്ക്കാനുള്ളത്? നീ ഒരു ഭീരുവിനെ പോലെ തോൽവി സമ്മതിച്ചാൽ മതി. ഒരു യാചകനോടുള്ള അനുകമ്പ തീർച്ചയായും ദുര്യോധനന്റെ ഭാഗത്തു നിന്നുണ്ടാകും. 7ാമത്തെ കളിയിൽ ധർമ്മപുത്രർ പണയം വയ്ക്കുന്നു. സുഗന്ധിയും യജ്ഞപുത്രിയുമായ എന്റെ ധർമ്മപത്നി പാഞ്ചാലിയെ. ധർമ്മപുത്ര, സ്ത്രീയുടെ ജീവിതം ചൂതാട്ടത്തിൽ വലിച്ചെറിയാനുള്ള കരുവല്ല. സ്ത്രീയുടെ മാനം കാക്കാൻ രക്തപ്പുഴയൊഴുക്കിയ ഹസ്തിനാപുരത്തിന്റെ സന്തതിയായ നീ അതിന് തുനിയരുത്. പാഞ്ചാലി ഒരു ധർമ്മപത്നിയാണ്. ഒരുവൾ ധർമ്മിഷ്ഠയാണെന്ന സത്യം ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വന്തം ഭർത്താവല്ലേ? ധർമ്മചാരി എന്ന് അവകാശപ്പെടുന്ന ധർമ്മപുത്ര, താങ്കൾ സ്വന്തം പത്നിയെ പണയപ്പെടുത്താൻ തന്നെ ഉറച്ചോ? ക്ഷത്രിയന്റെ വാക്കിനും വീരന്റെ അമ്പിനും 2 അർത്ഥമില്ലെന്നറിയോ ദുര്യോധന? എന്നിലെ അഭിമാനിയായ പുരുഷൻ നിന്നോട് പറയുന്നു, പുരുഷ വംശത്തിന് തന്നെ നാണക്കേടായി പ്രവൃത്തി നീ ചെയ്യരുത്. അർഹതയില്ലാത്തടത്ത് കടന്നു വന്ന അഭിപ്രായം പറയുന്ന ആ സൂതപുത്രനെ പറഞ്ഞയക്കൂ. എന്നാ ആദർശങ്ങളുടെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു ഭീരുവാണ് ധർമ്മപുത്രൻ. നടക്കട്ടെ ചൂത്. പാഞ്ചാലി, പ്രബലരായ 5 ഭർത്താക്കന്മാരുടെ ധർമ്മപത്നി, യജ്ഞസേനയായ കൃഷ്ണ എന്ന് അവകാശപ്പെടുന്ന അഹങ്കാരിയായ ധ്രുപദപുത്രി, നീ ഇതാ കൗരവന്മാരുടെ പണയപ്പണ്ടമായിരിക്കുന്നു. കൗരവർക്ക് എന്തിനും അവകാശമുള്ള ദാസിയായിരിക്കുന്നു. ദുശാസന, കൊണ്ടുവരും ആ ദാസിയെ എന്റെ മുന്നിൽ. ഭാഗ്യമായി ധർമ്മപുത്രൻ വൃദ്ധയായ പെറ്റമ്മയുടെ കാര്യം മറന്നതാവാം, അല്ലെങ്കിൽ അവരെയും പണയം വയ്ക്കുമായിരുന്നു. ഞാൻ സംസാരിക്കുന്നത് ഞങ്ങളൊരു ദാസന്റെ കാര്യമാണ്. ധർമ്മപുത്രന്റെ രാജമാതാവ് അതിൽ അഭിപ്രായം പറയണമെന്നില്ല. അവളോട് അന്യായം പ്രവർത്തിക്കാതിരിക്കും. ഒരു ദാസി അത്തരം പരിഗണനകൾ ഒന്നും അർഹിക്കുന്നില്ല. ഈ രാജസഭയിൽ വെച്ചൊരു രാജപുത്രിയെ അപമാനിക്കുന്നത് സ്വന്തം ജന്മക്ഷേത്രത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മാനം കാക്കപ്പെടാത്ത ഒരു ക്ഷത്രിയ കുലകന്യകയുടെ ഹൃദയവിലാപം ഹസ്തിനപുരിയിൽ വംശനാശത്തിന്റെ ശാപമായി തീരുമെന്നറിയുക. എവിടെ രാജമാതാവ് കുന്തിദേവിയുടെ മക്കൾ? എപ്പോഴും ഗത ചുഴറ്റി കൊലവിളിച്ച് നടക്കുന്ന ഭീമൻ, ദിവ്യാസ്ത്രങ്ങൾക്കുടമയായ അർജുനൻ,
പ്രകാശവേഗത്തിൽ ഖഡ്ഗപ്രയോഗം നടത്താൻ പ്രാഗൽഭ്യമുള്ള നകുലൻ, മരണം കൊണ്ട് പോലും ധർമ്മപത്നിയുടെ ചാരിത്രം കാക്കേണ്ട പുരുഷധർമ്മം വളർന്ന പാണ്ഡവരെ നിങ്ങൾ നിന്ദ്യരാണ്, നീചരാണ്. ഭീഷ്മ പിതാമഹ, അങ്ങ് ഗുരുകുലത്തിന് വിധികർത്താവല്ലേ? വസിഷ്ഠ ശിഷ്യനായ വേദപാരംഗതൻ, ബൃഹസ്പതിയുടെയും ശുക്രാചാര്യയുടെയും ശിഷ്യനായ ധനുർവേദ പണ്ഡിതൻ, ജവനനും മാർക്കണ്ഡേയനും ധർമ്മജ്ഞാനം നൽകിയ നിത്യ ബ്രഹ്മചാരി, അജയ്യനായ സ്വന്തം ഗുരു പരശുരാമനെ പരാജിതനാക്കിയ ഗംഗാപുത്രൻ, അങ്ങറിയുന്നില്ലേ നിഷ്ക്രിയരായ പാണ്ഡവർ ഹസ്തിനാപുരിയിൽ ധർമ്മബോധത്തിന്റെ ശാപമായി തീർന്നിരിക്കുന്നു. അധർമ്മത്തിനെതിരെ കരുക്കൾ ഒരുക്കുന്ന ധർമ്മം നിശബ്ദമായിരിക്കും. ആ നിശബ്ദതയിൽ നിന്ന് സത്യം ജ്വാലാമുഖിയായി ഉയർത്തെഴുന്നേൽക്കും. ഭീഷ്മപിതാമകന് ദുഃഖിക്കാനല്ലേ തൽക്കാലം കഴിയും. ബുദ്ധിശൂന്യത കൊണ്ട് പാണ്ഡവർ വാരിയെടുത്ത ഈ ദുർവിധിയും ദുർവിധിയെന്ന് എങ്ങനെ തീർത്തു പറയാനാകും? ശകുനി ത്രികാലജ്ഞാനിയല്ലോ. ഒരേ സമയം 3 കാലങ്ങളെയും കുറിച്ച് ചിന്തിച്ച് മനസ്സ് ഉണ്ടാക്കാനുള്ള മൗഢ്യമൊന്നും ഈ ശകുനിക്കില്ല. ഭാവിയെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയുമില്ല. ഭാവി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നിശ്ചയദാർഢ്യമുണ്ട്. അതിന്റെ ശക്തമായ പ്രേരണയാണ് എന്നെ ഗാന്ധാര ദേശത്ത് നിന്ന് ഈ ഹസ്തിനപുരിയിൽ എത്തിച്ചത്. പരാക്രമങ്ങളുടെ അവസാന ശക്തിയായ ഭീഷ്മർ എന്റെ പിതാവ് ഗാന്ധാരത്തിലെ സുബല മഹാരാജാവിനെ ഭീഷണിപ്പെടുത്തി ഒരു ജന്മാന്തന്റെ ജീവിതത്തിലെ അലങ്കാര വസ്തു പോലെ എന്റെ സഹോദരി ഗാന്ധാരിയെ അന്ധനായ ധൃതരാഷ്ട്രക്ക് കന്യാദാനം നൽകണമെന്ന് പ്രജകളോടുള്ള കടപ്പാട് കൊണ്ട് എന്റെ പിതാവ് അനുസരിച്ചു. അന്ന് ഗാന്ധാരത്തിൽ നിന്ന് ഹസ്തിനപുരത്ത് വന്ന ഗാന്ധാരിയോടൊപ്പം അവളുടെ ജ്യേഷ്ഠനായ ശകുനിയും ഉണ്ടായിരുന്നു. രാജ്യാവകാശം ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച് അജയനെന്ന് അഹങ്കരിക്കുന്ന ഭീഷ്മ പിതാമഹ അന്ന് മുതൽ ഭാവിയിലേക്ക് കണ്ണു നട്ട് ശകുനി കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ്. ഒരു കുലസ്ത്രീയുടെ കണ്ണീരിൽ തുടങ്ങുന്ന വംശനാശത്തിന്റെ പ്രളയത്തിൽ ഭീഷ്മരുടെ വംശവും വംശചരിത്രവും ചോര പുരണ്ട് മണ്ണടിയുന്നത് കാണാൻ. ഏകവസ്ത്രയായി എന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് നീ സഭാമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കേട്ടുകൊള്ളൂ, അഗ്നിയിൽ ജനിച്ച കൃഷ്ണയുടെ ശബ്ദം. നിന്റെ മാറുപിടർന്ന് ചുടുചോരപ്പുരയുടെ കൈകൾ കൊണ്ടല്ലാതെ അഴിഞ്ഞൊലിഞ്ഞു പോയ എന്റെ മുടി ഞാൻ കെട്ടുകയില്ല. സത്യം. ഹസ്തിനപുരിയിൽ ധർമ്മം കാക്കുന്ന വീരപരാക്രമിയായ ഭീഷ്മ പിതാമഹ, സർവജ്ഞന്മാരായ ഗുരുക്കന്മാരെ, പറഞ്ഞാലും സ്വയം പണയപ്പെട്ടതിന് ശേഷം ഒരുവന് തന്റെ ധർമ്മപത്നിയെ പണയപ്പെടുത്താൻ എന്ത് അവകാശം? ധർമ്മപുത്രന്റെ ഈ പ്രവൃത്തി ധർമ്മശാസ്ത്രങ്ങൾക്ക് നിരക്കുന്നതല്ല. പാഞ്ചാലി ആരുടെ ദാസിയല്ല. നിനക്കിപ്പോൾ ആവശ്യം ഒരു ദാസിയുടെ വിനീത ഭാവമാണ്. നീ പതിവ്രതയല്ല. 5 പുരുഷന്മാർക്ക് ഒരേ സമയം ശരീരം പങ്കുവെച്ച അഭിസാരിക. ദുര്യോധന, സ്ത്രീകൾ ആദരിച്ചു മാത്രം പാരമ്പര്യമുള്ള ഹസ്തിനപുരത്തിന്റെ കളങ്കമാണ് നീ. അഭിമാനമുള്ളവർക്ക് മറ്റുള്ളവരുടെ അഭിമാനം നോവുന്നത് മനസ്സിലാവും. രാജമാതാവേ, ധാർമ്മിക രോഷം നന്നായി. ക്ഷണമനുസരിച്ച് രാജസൂയത്തിൽ പങ്കെടുക്കാൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ എന്നെ ഇവൾ ഒരു തെരുവ് പെണ്ണിനെ പോലെ കളിയാക്കി ചിരിച്ചത് മറന്നുപോയോ? അടുത്ത ഒരു ബന്ധുവാണെന്ന പരിഗണന പോലും മറന്ന അഹങ്കാരത്തോടെ ആക്ഷേപിക്കാനുള്ള സംസ്കാര ശൂന്യത കാട്ടിയ ഇവൾ ഏത് കുലകന്യക, ഏത് ധർമ്മബോധത്തിന് അവകാശി? അന്ന് സ്വയംവര പന്തലിൽ വില്ലുകുലയ്ക്കാൻ തുടങ്ങിയ കർണനെ സൂതപുത്രനെന്ന് ആക്ഷേപിച്ചപ്പോ അവിവേകിയും അഹങ്കാരിയുമായ നീ അറിഞ്ഞില്ല കർണനും അഭിമാനമുണ്ടെന്ന്. ആ അഭിമാനത്തിന് മുറിവേറ്റ വേദനിക്കുമെന്ന്. അഴിമതിയിലൂടെ കൗരവരുടെ അഭ്യുദയം കാക്ഷിക്കുന്ന ശകുനി, കാലത്തിന്റെ കുത്തൊഴുക്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും വ്യാമോഹങ്ങളും തകർന്നു വീഴും. അന്ന് ബോധ്യപ്പെടും ശകുനി ഒരു വിഡ്ഢിയായിരുന്നെന്ന്. നിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ പോലും ഇപ്പൊ നിന്റേതല്ല. അതിന്റെ അവകാശി നിന്റെ യജമാനായ ദുര്യോധന. ശകുനി, നീ നിമിത്തം ആര്യാവർത്തം അന്ധകാരത്തിൽ തപ്പുന്ന കണ്ണുള്ളവരുടെ ഇരുണ്ട ഭൂമിയായി തീർന്നിരിക്കുന്നു. കൗരവ മാതാവായ ഗാന്ധാരി, ധൃതരാഷ്ട്ര മഹാരാജാവേ, നിങ്ങൾ എന്തേ ഒന്നും മിണ്ടുന്നില്ല? ദ്രോണാചാര്യരെ, ഇതൊരു മഹാശയ, ജ്ഞാനികളും ധർമ്മിഷ്ഠരുമായ സഭാവാസികളെ, നിങ്ങൾ എന്തേ ദുരാഗ്രഹികളായ ചണ്ഡാലന്മാരുടെ കാലത്തം കണ്ടിട്ടും നിശ്ചലമായിരിക്കുന്നു? ചണ്ഡാലരോ? കൗരവർ ചണ്ഡാലരോ? ദുശാസന, ഇനി കൗരവർക്ക് എന്തും ചെയ്യാം. രാജമാതാവായ കുന്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കൗരവർ ചണ്ഡാലരാണെന്ന്. വന്ന് ഈ ദാസിയുടെ ഉടുവസ്ത്രങ്ങൾ അഴിച്ചെറിഞ്ഞ് അവളെ സഭാമധ്യത്തിൽ പൂർണ്ണ നഗ്നയാക്കും.
ഇപ്പോൾ ഞാൻ യുവരാജാവല്ല. എന്റെ അമ്മാവൻ ശകുനി പാണ്ഡവരുടെ അർദ്ധരാജ്യം കൂടി നേടിത്തന്നപ്പോൾ ഞാൻ മഹാരാജാവ്, ആര്യാവർത്തത്തിലെ മഹാരാജാവ്. അനീതിയാണെന്ന് പറയാൻ കർണൻ അവകാശമില്ല. സിംഹത്തിന്റെ ഗുഹയിൽ അകപ്പെട്ട മാൻപേട പോലെ പാഞ്ചാലി വിലപിക്കുന്നു, അഭിമാനത്തിന് വേണ്ടി യാചിക്കുന്നു. ചൈതന്യമില്ലാത്ത ശിലാപ്രതിമകളായ അഭിമാനമറ്റ പാണ്ഡവരെ, നിങ്ങളുടെ പ്രവൃത്തി നൊന്തുപറ്റ സ്ത്രീത്വത്തോടും പാലൂട്ടി വളർത്തിയ മാതൃത്വത്തോടും കാട്ടുന്ന കൊടിയ അനീതിയാണ്. എനിക്കറിയാം, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കരുത്താർജിച്ച വീരനാണ് കർണൻ. അഭിമാനത്തിന് വേണ്ടി വിലപിക്കുന്ന ഏത് സ്ത്രീയുടെയും കണ്ണീരൊപ്പാനുള്ള കരുത്ത് ആ കൈകൾക്കുണ്ട്, ധർമ്മബോധം ആ മനസ്സിലുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഞാൻ കർണനോട് അപേക്ഷിക്കുക എനിക്ക് അഭയം തരണമെന്ന്? പാഞ്ചാലി, ദുർവിധി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ക്ഷത്രിയ കന്യക, നിങ്ങളോ ഒരു വെറും സൂതൻ. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തന്നെയാണ് ചൂടും. മഹാരാജാവാകാൻ വേണ്ടി ജനിച്ച ദുര്യോധനു വേണ്ടി തന്ത്രജ്ഞനായ ശകുനി ഒരു മഹായുദ്ധം ജയിച്ചിരിക്കുന്നു. ഇനി സകല സൗഭാഗ്യങ്ങളോടും കൂടി പാണ്ഡവരും അവരുടെ ധർമ്മപത്നിയും ദുര്യോധനന്റെ അടിമകൾ. ചെമ്പകപ്പൂവിന്റെ സുഗന്ധവും നിത്യ യൗവനവുമുള്ള പാഞ്ചാലി ദുര്യോധനൻ അനുഭവിക്കാനുള്ള ദാസി മാത്രമാണ്. ദാസി. പാണ്ഡവരെയും പാഞ്ചാലിയെയും ദാസ്യത്തിൽ നിന്ന് മഹാരാജാവ് ധൃതരാഷ്ട്രർ മോചിപ്പിച്ചിരിക്കുന്നു. അതിന് പിന്നിലെ വ്യവസ്ഥ എന്തെന്ന് വെച്ചാൽ, പാണ്ഡവർ പത്നി സമേതം 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും നടത്തേണ്ടതും അതിനുശേഷം അർദ്ധരാജ്യത്തിന്റെ അവകാശം വാങ്ങി ജീവിച്ചു കൊള്ളേണ്ടതുമാണ്. പാണ്ഡവരുടെ ദൂതുമായി ഹസ്തിനപുരത്തിലെത്തി ദുര്യോധനെ കാണുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വവുമായി ഉപപ്ലാവത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതൽ ഞാൻ വല്ലാതെ അഭിലഷിക്കുന്നു അമ്മായിയെ നേരിൽ കാണാൻ. എന്റെ മക്കൾക്ക് സുഖം തന്നെയല്ലേ? ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളിലും വിധി വൈപരീത്യങ്ങളിലും ധർമ്മചിന്തയുള്ളവരുടെ മനസ്സ് വ്യാകുലപ്പെടില്ലമായി. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന സത്യത്തിന്റെ വിജയ മുഹൂർത്തം ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തിയായി അവരോടൊപ്പം ഉണ്ടായിരിക്കും. ശരിയാണ് കണ്ണ. എങ്കിലും അഭയവും ആശ്രയവും ഇല്ലാത്ത 12 വർഷത്തെ വനവാസം എന്റെ മക്കൾ താഴ്ത്തിയില്ലെന്നാണോ? തളർന്നു പോയിരുന്നെങ്കിൽ പാണ്ഡവർ എന്നൊരു ചരിത്രമാകുമായിരുന്നു. വനവാസകാലത്ത് തന്നെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ ദുര്യോധനൻ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. 13 വർഷമായി ഈ കുന്തി മക്കളെ ഒരു നോക്ക് കാണാൻ വല്ലാതെ കൊതിക്കുന്നു. വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് വിരാട രാജധാനിയിൽ എത്തിയപ്പോഴെങ്കിലും പാഞ്ചാലിയുടെ കണ്ണീര് തോന്നോ കേശവ? ഇല്ലമ്മായി, പാഞ്ചാലിയുടെ കണ്ണീര് തുടയ്ക്കാൻ കൗരവരുടെ ചോര പുരണ്ട പാണ്ഡവരുടെ കൈകൾക്കേ കഴിയൂ. വാസുദേവ,
പരമാത്മ സ്വരൂപനായ നിന്നിലാണ് ഈ കുന്തിയുടെ എല്ലാ പ്രതീക്ഷകളും. നീ ഇന്നലെ പാഞ്ചാല രാജ്യത്ത് നിന്നും ഗംഗാതീരത്ത് കുശസ്ഥലിയിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. സന്തോഷഭരിതരായ ജനങ്ങൾ നിന്നെ വരവേൽക്കുവാൻ മുഴക്കിയ വാദ്യഘോഷങ്ങൾ ഇവിടെയും കേൾക്കുന്നുണ്ടായിരുന്നു. വാദ്യഘോഷങ്ങൾ ഹസ്തിനപുരത്ത് അങ്ങനെയുമുണ്ട് കുറെ നന്ദികെട്ട ജനങ്ങൾ. വീഥികളിൽ തോരണങ്ങൾ തൂക്കി സുഗന്ധ ജലം തളിച്ച് സുദർശനാകൃതിയിലുള്ള കോലങ്ങൾ വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കൊടികൾ ഉയർത്തിക്കെട്ടി. ജനങ്ങൾക്ക് ശക്തി സ്വരൂപനോടുള്ള ഭക്തി ഉണ്ടല്ലേ ദുര്യോധന? കൃഷ്ണൻ ഇന്ന് ആദ്യമായിട്ടല്ലേ ഹസ്തിനപുരിയിൽ വരുന്നത്? ഭക്തിയല്ല, പക്ഷാഭേദം. പാണ്ഡവപക്ഷക്കാർക്കാണ് ഹസ്തിനപുരിയിൽ മുൻതൂക്കം എന്നാണ് അതിനർത്ഥം. കുന്തി മാതാവിന്റെ സഹോദരൻ, അർജുനപത്നി സുഭദ്രയുടെ സഹോദരൻ, ഇങ്ങനെയെല്ലാമുള്ള ഒരു വെറും യാദവനെ മനഃപൂർവ്വം ആരാധിക്കുകയാണ്. പുറത്തു കാട്ടാനാകാത്ത എന്നോടുള്ള പക അങ്ങനെ തീർക്കുകയാണ്. അല്ല ദുര്യോധന, ഹസ്തിനപുരവാസികൾ പരമപുരുഷോത്തമനായ കൃഷ്ണനെ കാണുന്നു. ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന പൂജാ വിഗ്രഹം ചൈതന്യമാർന്ന മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആർക്കാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? പുരുഷോത്തമനല്ല, പൊങ്ങച്ചക്കാരൻ. അതല്ലേ 7 കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ ഹസ്തിനപുരിയിൽ വന്നത്? ദ്വാരക സമ്പന്നമാണെന്ന് കാണിക്കാൻ. ദുര്യോധന, ഞാനെത്തിയത് ദ്വാരകയുടെ പ്രൗഢി വിളംബരം ചെയ്യാനല്ല. യാദവ രാജാവായിട്ടോ പാണ്ഡവരുടെ അമ്മാവന്റെ മകനായിട്ടോ അല്ല. ന്യായദാനം കൊണ്ട് യശസ് നേടിയ പുരാതനമായ ഈ ഹസ്തിനപുരത്ത് ന്യായത്തിന്റെ പക്ഷം പിടിച്ചു വന്നതാണ്. സൂര്യവംശം എന്നത് ഹസ്തിനപുരത്തിന്റെ വെറും പേരല്ല, ഭാവ സൗന്ദര്യമാണ്. കൃഷ്ണ, നീ പാണ്ഡവർക്ക് വേണ്ടി നീതിയുടെ മുഖപടം അണിഞ്ഞിരിക്കുന്നു. ദുര്യോധന, ഞാൻ അണിഞ്ഞിരിക്കുന്നത് നീതിയുടെ വജ്രപടം. അധികാര ഗർവം കൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചു പോയ ദുര്യോധന ഏത് രാജനീതിയുടെ പേരിലാണ് നിരപരാധികളെ ശത്രുക്കളെന്ന് കണ്ട് പെറ്റമ്മയോടൊപ്പം അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ നോക്കിയത്? കള്ളച്ചൂതിൽ തോൽപ്പിച്ച് അവരുടെ ധർമ്മഭക്തിയെ അപമാനിച്ച് അവരെ കാട് കയറ്റിയത്? വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞു വന്നിട്ടും അവരുടെ ജന്മാവകാശങ്ങൾ മടക്കി കൊടുക്കാത്തത്? ദുര്യോധന, ഹസ്തിനപുരിയിലെ സന്താനമാണ് നീ. പാഞ്ചാലത്തെ കുടിലതന്ത്രങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ചൂതുകളിയിൽ തോൽപ്പിച്ചത് കുടിലതന്ത്രമല്ല, ക്ഷത്രിയ ധർമ്മം. തോറ്റവരോട് രാജ്യം ഉപേക്ഷിച്ച് കാട് കയറാൻ പറഞ്ഞത് വ്യവസ്ഥയനുസരിച്ച്. കൈയടക്കിയ അർദ്ധരാജ്യം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് രാജനീതി. ശകുനി, എങ്കിൽ ഒരിക്കൽ കൂടി നടക്കട്ടെ ചൂത്. ദ്വാരക പണയം വെച്ച് നിന്നോട് ഞാൻ ഏറ്റുമുട്ടാം. നീ തോറ്റാൽ ഗാന്ധാരം എനിക്ക് പണയം തരണ്ട, നിന്റെ ധർമ്മഭക്തി എനിക്ക് മാനഭംഗപ്പെടുത്തണ്ട. പക്ഷെ നീ പോകേണ്ടി വരും ഹിമാലയത്തിലേക്ക് സന്യസിക്കാൻ. എന്താ, തയ്യാറുണ്ടോ? ദുര്യോധന, പാണ്ഡവരെയും കൗരവരെയും ഞാൻ സ്വന്തം മക്കളായി കാണുന്നു, സ്നേഹിക്കുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയൂ, അർഹമായ അർദ്ധരാജ്യം പാണ്ഡവർക്ക് മടക്കിക്കൊടുത്ത് ഒരു വിനാശം ഒഴിവാക്കാൻ. കൃഷ്ണ, ഇന്ന് രാജസഭയിൽ പാണ്ഡവരുടെ ദൂതനായി വന്ന നിന്നോട് ഞാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞതല്ലേ, പാണ്ഡവരുടെ അർദ്ധരാജ്യം ഞാൻ സ്വന്തമാക്കിയത് യുദ്ധത്തിന് തുല്യമായ ചൂതിൽ ആക്രമിച്ച് ജയിച്ചിട്ടാണെന്ന്. കീഴടക്ക് സ്വന്തമാക്കിയ രാജ്യം ആർക്കെങ്കിലും ദാനം കൊടുക്കാൻ ഒക്കുമോ? അവർ ആ രാജ്യത്തിന്റെ പഴയ അവകാശികളാണെങ്കിൽ പോലും. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പാണ്ഡവപ്രസ്ഥം എന്ന ഘോരവനം വെട്ടിനിരത്തി അധ്വാനവും സ്വപ്നങ്ങളും കൊണ്ട് പാണ്ഡവർ പടുത്തുയർത്തി അവരുടെ തലസ്ഥാന നഗരം ഇന്ദ്രപ്രസ്ഥം, അത് മാത്രം കൊടുത്താൽ മതി. ഇന്ദ്രപ്രസ്ഥവും ആര്യാവർത്തത്തിൽ ഉൾപ്പെടുന്നതല്ലേ കൃഷ്ണ? ദുര്യോധന രാജാവേ, വേണ്ട, ഒരു സന്ധിയും വേണ്ട. അങ്ങ് സന്ധി ചെയ്ത് പിന്മാറിയ ഞാൻ പാണ്ഡവരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും. ആര്യാവർത്തത്തെ സൈന്യം സജ്ജമല്ലേ, ശക്തമല്ലേ? ദിഗ്വിജയത്തിലൂടെ ഭാരതത്തിലെ അസംഖ്യം രാജ്യങ്ങളെ തോൽപ്പിച്ച് ഞാൻ അളവില്ലാത്ത സമ്പത്ത് കൊണ്ട് അങ്ങയുടെ ഭണ്ഡാരം നിറച്ചിരിക്കുകയല്ലേ? നീതിപൂർവം യുദ്ധം ചെയ്താൽ 5 അല്ല 50 ലക്ഷം പാണ്ഡവരോട് കർണൻ ഒരേ സമയം യുദ്ധം ചെയ്യും. സൂതപുത്രനായ കർണൻ. കർണൻ, താങ്കൾ ധനുർവേദത്തിന്റെ ജ്ഞാനചക്രവാളമാണ്, വ്യക്തിപ്രഭാവത്തിന്റെ മധ്യാഹ്ന സൂര്യനാണ്, ദാനത്തിലും ധർമ്മത്തിലും നിശ്ചയദാർഢ്യത്തിലും അതുല്യനാണ്, ധർമ്മശാസ്ത്ര പാരംഗതനാണ്. ബന്ധങ്ങളെ പവിത്രമായി കരുതുന്ന താങ്കൾ എന്താ ഹൃദയം കൊണ്ട് അന്ധനെ പോലെ സംസാരിക്കുന്നു? കൃഷ്ണ, ഞാൻ അങ്ങേ അറിയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൃഷ്ണഭക്തനേക്കാൾ ആരാധനയോടെ വിനയത്തോടെ പറയുന്നു, ഒരായുസ്സുകാലം നീണ്ടു നിന്ന ജ്വലിക്കുന്ന അപമാനത്തിൽ പാണ്ഡവരുടെ നേർക്കുള്ള എന്റെ ഹൃദയം കരിഞ്ഞ് നിർവികാരമായി പോയിരിക്കുന്നു. ഇപ്പോൾ അത് കണക്ക് പറഞ്ഞ് പകരം വീട്ടാനുള്ള ഒരു ദാഹം മാത്രമായിരിക്കുന്നു, പ്രതികാരദാഹം.
ദുര്യോധന മഹാരാജാവേ, യുദ്ധം പ്രഖ്യാപിക്കൂ. ഞാൻ സർവ്വ സൈന്യാധിപനായി അങ്ങേക്ക് വേണ്ടി യുദ്ധം നയിക്കും. ആര് കൽപ്പിച്ചു തന്നു സേനാപതിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കാനുള്ള അവകാശം? വിധി നിർണായകമായ യുദ്ധങ്ങളിൽ ഉജ്ജ്വല വിജയങ്ങളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ ഭീഷ്മർ ജീവിച്ചിരിക്കുന്ന ഹസ്തിനപുരിയിൽ മറ്റാരാണ് സേനാനായകൻ? ഈ സൂതപുത്രനോ? വേണ്ട, ഇനി നീ എന്നെ അങ്ങനെ സംബോധന ചെയ്യാൻ പാടില്ല. ഇതുവരെയും അരുതെന്ന് പറയാതിരുന്നത് ഈ മഹാക്ഷത്രിയന്റെ ഔദാര്യമായിരുന്നു. ഭീഷ്മരെ, മഹായുദ്ധങ്ങൾ അനേകം ജയിച്ചു കഴിഞ്ഞപ്പോ താങ്കളുടെ ഹൃദയം ചോര പുരണ്ട് മരവിച്ചു പോയിരിക്കുന്നു. കർണൻ ആരുമായിക്കൊള്ളട്ടെ, അവൻ കൗരവ സേനയുടെ സർവ്വ സൈന്യാധിപനാകാൻ യോഗ്യനല്ല. ഭീഷ്മർ അനുവദിക്കില്ല. സഹോദരിയുടെ തണലിൽ ഹസ്തിനപുരത്ത് വലിഞ്ഞു കയറിയ ശകുനി അഭിപ്രായം പറയണമെന്നില്ല. ഭീഷ്മ, നിനക്ക് മനസാക്ഷിയില്ലെന്ന് എനിക്ക് പണ്ടേ ബോധ്യമായിരിക്കുന്നു. നീ സ്വയം സർവ്വസൈന്യാധിപനാകാൻ ഒരുങ്ങുന്നത് കൗരവരോടുള്ള സ്നേഹം കൊണ്ടല്ല. കർണൻ അവന്റെ എല്ലാ ആത്മാർത്ഥതയോടും കൂടി തേജോവധം ചെയ്യുന്നത് പാണ്ഡവരുടെ വിജയം ഉറപ്പിക്കാം. കർണൻ നയിക്കുന്ന പടയെ ജയിക്കാൻ ഭീഷ്മന് പോലും ആവില്ല. പിന്നെയാണ് പാണ്ഡവർ. ദുര്യോധന, കരുതിയിരിക്കുക. അവകാശം സ്ഥാപിച്ചെടുക്കാൻ പാണ്ഡവരോട് ഘോരമായ ഒരു യുദ്ധം വേണ്ടി വന്നാൽ ആ യുദ്ധത്തിൽ ഭീഷ്മർ കൗരവരുടെ സേനാനായകനായാൽ സ്വന്തം സേനയെ പരാജയപ്പെടാൻ വിട്ടുകൊണ്ട് ഭീഷ്മർ പാണ്ഡവരുടെ വിജയം ഉറപ്പാക്കും. ശകുനി, അഹങ്കാരത്തിന് ആയുധം കൊണ്ട് മറുപടി പറഞ്ഞ് ഭീഷ്മർക്ക് ശീലമുള്ളൂ. എടുക്കുന്നതിന്റെ ദിവ്യാസ്ത്രങ്ങൾ. ശകുനിയും മഹാരഥൻ തന്നെ മരിച്ചു വീഴുവോളം പടവെട്ടാനുള്ള ചങ്കുറപ്പുണ്ട്. നിർത്തൂ, ദയവ് ചെയ്തു നിർത്തൂ. മഹാനായ ഭീഷ്മാചാര്യരെ, അങ്ങേക്ക് ഇഷ്ടമല്ലാത്തൊരു പടയാളിയായി കർണൻ ഒരിക്കലും യുദ്ധത്തിനില്ല. എന്താ, സംതൃപ്തിയായില്ലേ? ഹസ്തിനപുരിയിലെ ഒരു പടയാളിയാണ് നീയും. ആജ്ഞാശക്തിയായ എന്നെ നിഷേധിക്കാൻ നിനക്കും അവകാശമില്ല. ഒരു മഹായുദ്ധമുണ്ടായാൽ നീയും യുദ്ധം ചെയ്യും. ലക്ഷക്കണക്കിനുള്ള കൗരവസേനയിലെ ഒരു വെറും സാധാരണ യോദ്ധാവിനെ പോലെ അംശരഥിയായി. ഭീഷ്മ പിതാമഹ, ധർമാത്മാവെന്ന് ലോകം വാഴ്ത്തുന്ന കുരുശ്രേഷ്ഠ, ഞാൻ കരുതി സത്യം അങ്ങയുടെ രൂപത്തിൽ ഹസ്തിനപുരത്ത് ജീവിച്ചിരിക്കുന്നെന്നും. പിതാമഹന്റെ താടിയും തലമുടിയും മാത്രമല്ല, തലച്ചോറും പഞ്ഞി പോലെ നരച്ചിരിക്കുന്നു. വാർദ്ധക്യത്തിലും സർവശക്തിയോടും കൂടി വിഷം ചീച്ചു നിൽക്കുന്ന ഒരു മനസ്സുണ്ട് അയാൾക്ക്. കൗരവരുടെ നാശവും പാണ്ഡവരുടെ വിജയവും കാണാൻ ദാഹിക്കുന്ന മനസ്സ്. ഘോരമായൊരു പാണ്ഡവ കൗരവ യുദ്ധം ഉണ്ടായാൽ ആ യുദ്ധത്തിൽ അംശരഥി പോലുമല്ലാതെ ഞാൻ ആക്രമിച്ച് കടന്നു കയറും. സംഹാരത്തിന് ഇടിവാളായി ശത്രുക്കളെ കൊന്നെടുക്കും. ദുര്യോധനനോടുള്ള കടപ്പാട് നിറവേറ്റാൻ, എനിക്ക് എന്നോട് തന്നെയുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ. പക്ഷേ അത് സർവ സൈന്യാധിപനാകാൻ കാത്തിരിക്കുന്ന ഭീഷ്മർ യുദ്ധക്കളത്തിൽ അമ്പേറ്റി വീണതിന് ശേഷം മാത്രമായിരിക്കും. യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ദുര്യോധന, ധനധാന്യ സമൃദ്ധമായ ആര്യാവർത്തത്തിൽ അർഹമായ അവകാശം നേടാൻ കാത്തിരിക്കുന്ന പാണ്ഡവർക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഈ വരുന്ന മാർഗഴിയിലെ കൃഷ്ണപക്ഷം ദ്വിതീയ നാൾ കുരുക്ഷേത്രത്തിൽ വെച്ച് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള മഹായുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. മഹായുദ്ധം, മഹാഭാരത യുദ്ധം.